ഇനി നമ്മൾ പോകുന്ന വൈപ്പിലേക്കാണ്. വൈപ്പിൻ്റെ ജനമനസ്സിൽ എന്താണ് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ വാർത്താവതാരകൻ ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും. ഒപ്പം റിപ്പോർട്ടർ ലാൽകൃഷ്ണനും നമുക്കൊപ്പം ചേരും. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ, വൈപ്പിൽ എന്താണ് അവസ്ഥ? വൈപ്പിലെ സിറ്റിംഗ് എം എൽ എ ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ് മത്സരിക്കുന്ന കെ എൽ ഉണ്ണികൃഷ്ണൻ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എസ് കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈപ്പിനിലെ ഒരു മത്സ്യ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിറയെ ആളുകളുണ്ട്, കച്ചവടം സജീവമായി തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ ആളുകളോട് വിവരങ്ങൾ ചോദിക്കുകയായിരുന്നു. എന്താണ് സാധ്യത, എത്ര തീവ്രമാണ് ഇവിടുത്തെ പോരാട്ടമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശക്തമായ മത്സരമാണ് ഇക്കുറി നടക്കുന്നത് എന്നാണ് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. നമുക്ക് ഈ മണ്ഡലത്തിന്റെ പൊതുചിത്രം എന്താണ് അവസാന ലാപ്പിൽ എത്തുമ്പോൾ എന്നത് ആദ്യം പരിശോധിക്കാം. എസ് കെ, ഇപ്പോൾ LDF-ന് വേണ്ടി ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത് MP ഷൈനിയാണ്. UDF-ന് വേണ്ടി മത്സരിക്കുന്നത് ടോണി ചമ്മണിയാണ്. അതോടൊപ്പം തന്നെ അനിത തോമസ് NDA-യുടെ സ്ഥാനാർത്ഥിയുണ്ട്. ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി PG മോഹൻദാസ്. അങ്ങനെ 4 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ഒരു മണ്ഡലമായി വൈപ്പിൻ മാറിയിരിക്കുന്നു. ഇത്തവണ എന്ത് സംഭവിക്കും വൈപ്പിനിൽ എന്ന് നമുക്ക് വളരെ വേഗത്തിലൊന്ന് പരിശോധിക്കാം. എന്നോടൊപ്പം ലാൽ കൃഷ്ണൻ കൂടി ചേരുകയാണ്. ലാൽ, ഇത്തവണ നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകളൊക്കെ പറയുന്നത് ശക്തമായ ഒരു പോരാട്ടം വൈപ്പിനിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ MLA ഇപ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ പോയി മത്സരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്, അതും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവസാന ലാപ്പിലെത്തുമ്പോൾ എന്താണ് ഒരു പൊതുസ്ഥിതി വൈപ്പിൻ മണ്ഡലത്തിൽ? വൈപ്പിൻ പഴയ ഞാറക്കൽ മണ്ഡലമാണ്. ഞാറക്കലിന്റെ അറ്റവും മൂലയും മുറിച്ച് രൂപീകരിച്ച മണ്ഡലമാണ് വൈപ്പിൻ. ഞാറക്കലായിരുന്ന സമയത്ത് UDF-നോട് ചെറിയ ചായ്വുണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നെങ്കിൽ വൈപ്പിനായി മാറിയതിനു ശേഷം പൂർണ്ണമായിട്ടും ഇടതിനോട് ചായ്വ് കാണിക്കുന്ന ഒരു മണ്ഡലമാണ്. ആദ്യം ശർമ്മ 2 ടൈമിൽ, പിന്നീട് ഉണ്ണികൃഷ്ണനാണ്. വൈപ്പിന്റെ ഒരു സൈഡില് കായലും മറ്റൊരു സൈഡില് കടലുമാണ് എന്നുള്ളതാണ്. വൈപ്പിൻകാർ അന്നും ഇന്നും പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ വെള്ളവും വഴിയുമാണ്. ആ പ്രശ്നത്തിന് കാലങ്ങൾ ഇത്രയുമായിട്ടും ഒരു പോംവഴി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വൈപ്പിനിലുള്ള പൊതുവികാരം. അതായത് കഴിഞ്ഞ തവണ അധികാരമുണ്ടായിരുന്നു, 2 ടീം LDF ഭരിക്കുന്നുണ്ടായിരുന്നു, MLA-യും LDF-ന്റെ തന്നെയായിരുന്നു. പക്ഷേ വൈപ്പിന് ആവശ്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവരുടെ ഭാഗത്തുനിന്നുള്ള കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല. അതിൻ്റെ അമർഷം നന്നായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ലിസ്റ്റിൽ തന്നെ നിലവിലുള്ള MLA-മാരിൽ വളരെ മോശം പെർഫോമൻസ് ഉള്ളൊരു മണ്ഡലം കൂടിയാണ് വൈപ്പിൻ. അതുകൊണ്ട് തന്നെയാണ് വൈപ്പിനിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ മാറ്റുന്നത്. ഉണ്ണികൃഷ്ണൻ ഇവിടുന്ന് മാറി അവിടെ തൃപ്പൂണിത്തുറ മത്സരിക്കുമ്പോൾ ഇവിടെ പകരം മത്സരിക്കുന്ന ഷൈനി നേരത്തെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു. അവർക്ക് നേരത്തെ തന്നെ ഇവിടെ നല്ല കളമുള്ള ഒരാളാണ്. മാത്രമല്ല UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ടോണി ചമ്മണി നേരത്തെ കൊച്ചിയുടെ മേയറായിരുന്ന ഒരാളാണ്. അപ്പോൾ ചമ്മണിക്കും ഇവിടെ നല്ല നേരത്തെ തൊട്ടുള്ള ആളുകളുടെ ബന്ധമുണ്ട്, പൊതുപ്രവർത്തന രംഗത്തെ പരിചയമുണ്ട്. ഇതോടൊപ്പം മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി NDA-ആണ്. NDA-യുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 2020-ക്ക് ഏകദേശം 16,000-ന് മുകളിൽ വോട്ടുണ്ടായിരുന്നു. BJP-ക്ക് ഏകദേശം 13,000-ന് മുകളിൽ വോട്ടുണ്ടായിരുന്നു. ഇരുവരും ചേരുമ്പോൾ ഏകദേശം നിർണായകമായൊരു വോട്ട് അത് അവരുടെ പക്കലായിരിക്കും എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അനിത ഒരു പൊതുപ്രവർത്തക എന്നതിലുപരി ഒരു സംരംഭകയായിട്ടാണ് നാട്ടുകാർക്ക് അറിയപ്പെടുന്നത്. പക്ഷേ അവർ KSU അടക്കമുള്ള സംഘടനകളിലൂടെ വളർന്നു വന്നതാണ്. പക്ഷേ ഇപ്പോഴും പരിഹരിക്കാത്ത പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വൈപ്പിനിലെ വഴി, അതോടൊപ്പം തന്നെ വെള്ളം, കുടിവെള്ളം എന്നുള്ളത് എല്ലാ കാലത്തും വൈപ്പിൻകാരക്കാരുടെ പ്രശ്നമാണ്. ആ പ്രശ്നം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൽ നല്ല അമർഷവും വൈപ്പിൻകാർക്കുണ്ട്. അപ്പോൾ വികസന വിഷയം തന്നെയാണ് വൈപ്പിനിലും പ്രധാനപ്പെട്ട ഒന്നായി ഉയരുന്നത്. നമ്മൾ ആളുകളോട് അഭിപ്രായം ചോദിച്ചിരുന്നു, ഇത്തവണ ആർക്കാണ് സാധ്യത എന്ന് തിരക്കിയിരുന്നു. ഈ മണ്ഡലത്തിൽ വികസന മുരടിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇനി നമ്മൾ പോകുന്നത് പ്രതികരണങ്ങളിലേക്കാണ്. ജനശബ്ദം. ഉറച്ച ആത്മവിശ്വാസവും വെറുതെ സ്വർണ്ണക്കൊള്ള മറ്റേ കാര്യവും ആ മറിച്ച കാര്യമൊക്കെ പറഞ്ഞു നടക്കാന്നല്ലാണ്ട് ഭരണവിരുദ്ധത വല്ലതും പറയേണ്ടത് വല്ല അഴിമതി ഇത്രയും കൊല്ലമായിട്ട് വല്ലതും തെളിയിക്കാൻ പറ്റുക. പല കാര്യവും പറഞ്ഞ് കോടതിയിൽ പോയി, എല്ലാം കോടതി തള്ളി. LDF-ന്റെ ഒക്കെ പ്രചാരണ വിരുദ്ധം നല്ല കൊഴുത്തു വന്നുണ്ട്. സാധ്യത LDF-ന്റെ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ നേരിയ മുൻതൂക്കം മറ്റേ കോൺഗ്രസിന്റെ ചമ്മണിക്കും പറയുന്നുണ്ട്. സാധ്യത കൂടുതൽ LDF-നാണ്. ടൈറ്റ് മത്സരമുണ്ട് ഇവിടെ. ടോണി ചമ്മണി LDF കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയില്ല. തവണ ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബാലൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. ഇഞ്ചോട് മത്സരം LDF-നാണ് മുൻതൂക്കം. UDF-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറെ നുണക്കഥകൾ പറഞ്ഞു നടക്കില്ല അവര്. അതുകൊണ്ടാണ് നല്ലത് ചെയ്യുന്നവർ ജയിക്കട്ടെ, അതാരായാലും കുഴപ്പമില്ല. പാർട്ടി ബേസ് അല്ല. BJP LDF ഒക്കെ ഒരുപാട് ഭരിച്ചിട്ട് നമ്മളെയൊക്കെ ആശാക്കിയല്ലേ. എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അമ്പലമൊക്കെ കൊള്ളടിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഈ സംഭവം? സ്വർണ്ണക്കളൊക്കെ ഇവിടെ നമ്മൾ ടോമി ചമ്മണി തന്നെയായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുള്ളൂ. അത് മാറ്റി ചിന്തിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, മാറ്റം ഉണ്ടാവണം. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
ഇവിടെ തന്നെ ആയിക്കോളും. ഉറച്ച അപ്പോൾ ആത്മവിശ്വാസം. പോരാട്ടം ഇക്കുറി കടുക്കും എന്ന് തന്നെയാണ് വൈപ്പിൻ നിവാസികൾ പറയുന്നത്. തിരികെ SKNലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.